എങ്കിൽ ആ ഒരു സ്റ്റെപ്പിന്റെ തന്നെ ചെറിയ റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെവലപ്പറും ബ്ലോണ്ടർ പൗഡറും കൂടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് ബ്ലോണ്ടി കിട്ടും. അതിനെ തന്നെ ഷെയ്ഡ് ആ ഒരു റേഷ്യോ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് വൈബ്രന്റ് ബ്ലോണ്ടി കിട്ടും. അതുപോലെ സ്റ്റെപ്പ് 2 ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോച്ച ബ്രൗൺ കിട്ടും. മോച്ച ബ്രൗൺ ഒന്നും എന്റെ ഹെയർ കളറിൽ അത്ര അറിയില്ല, ചെയ്തതായിട്ട് പോലും അറിയില്ല. നമ്മള് മൈലാഞ്ചി ഒക്കെ അപ്ലൈ ചെയ്തില്ല, ഹെന്ന ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ബ്രൗൺ കളർ, ബ്രൗൺ അല്ലല്ലോ, ഒരു ഗ്രേ പോലത്തെ കളർ കിട്ടത്തില്ല. ആ ഒരു കളർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അത് നമുക്ക് ഹെയറിൽ കാണാനുണ്ടാവത്തില്ല. അപ്പോ ഈ ഒരു സ്റ്റെപ്പ് 1 ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് വേണ്ട കളർ എന്ന് പറയുന്നത് വൈബ്രന്റ് ബ്ലോണ്ടി ആണ്. അപ്പൊ അവരതിനകത്ത് സ്റ്റെപ്പ് 1 വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടവൽ ഡ്രൈ ചെയ്യുക, അതായത് നമ്മുടെ ഹെയർ വെറ്റ് ആയിരിക്കണം. അപ്പൊ എന്റെ മുടി വെറ്റൊന്നും അല്ല, ഞാൻ വെറ്റ് ആക്കും. എന്നിട്ട് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇടുക, സ്വാഭാവികം ഗ്ലൗസ് ഒക്കെ ഇടുക നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ നമ്മുടെ ബ്ലോണ്ടർ പൗഡർ